ഹലോ ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് ഉഴുന്ന് വെള്ളത്തിലിട്ടെല്ലാം കഴുകി എടുത്തിട്ടുണ്ട്. ഇതരച്ച് നമുക്ക് ഗോതമ്പ് പൊടിയും ചേർത്തിട്ടൊരു ദോശ ഉണ്ടാക്കാം. ഗോതമ്പ് പൊടി ഇതുവരെ ഇങ്ങനെ ആരെങ്കിലും ചേർത്ത് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഇതാദ്യം അരക്കട്ടെ. അരച്ചിട്ട് വേഗം വരുന്നേ. ഇതാ അരച്ചു കൊണ്ടുവന്ന് അതിലേക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ഇട്ട് അരക്കുന്നുണ്ട്. കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കട്ടെ. പെട്ടെന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. വേഗം അരച്ചെടുത്തുകൊണ്ടിരുന്നേ. ഇതാ ഗൈസ്, കണ്ട നല്ല അടിപൊളിയായിട്ട് അരച്ചെടുത്തില്ലേ? അടിപൊളിയല്ലേ? ഇനി നമുക്ക് കുറച്ച് വെള്ളം ഈ ജാറ് കഴുകിയിട്ട് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല അടിപൊളി ദോശ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ദോശ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പോൾ ഞാൻ തട്ടെടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ദോശ ചുട്ടെടുക്കാനോ നല്ല അടിപൊളിയായിട്ട്. ഇപ്പോൾ തട്ട് കാഞ്ഞിട്ടുണ്ട്. ദോശ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കാം. ചുക്കുരുവിന് ദോശ വേണ? ഞാൻ ചുടുന്നത് അറിഞ്ഞിട്ട് ഓടി വന്നതാണോ? ഇതാ കണ്ടോ, ഉഴുന്ന് ചേർത്ത ദോശ. അപ്പോൾ അത് വാങ്ങട്ടെ. എന്നിട്ട് നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്കാം. പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ഇനി അടുത്ത ദോശ ചൂടാലോ നമുക്ക്. അങ്ങനെയെല്ലാം ചുട്ടിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആദ്യത്തെ ദോശ ഞാൻ ചുക്കുരുവിന് കൊണ്ടു കൊടുക്കാം. ഗൈസ്, കണ്ടല്ലോ നിങ്ങൾ ദോശ? നല്ല അടിപൊളി ദോശയല്ലേ? ഇതാണ് നമ്മുടെ ഉഴുന്ന് ചേർത്ത ഗോതമ്പ് ദോശ. നല്ല അടിപൊളിയായിട്ട് ചൂടാനും പറ്റുന്നുണ്ട്. അടിപൊളി ദോശയാണ്. ഉഴുന്ന് ചേർത്തിട്ട് ഗോതമ്പ് ദോശ ചുടാത്തവർ ഇങ്ങനെ ചുട്ട് നോക്കണേ. കണ്ട നല്ല സൂപ്പർ ദോശയല്ലേ? അപ്പം എല്ലാം ചുട്ട് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, ഉഴുന്ന് ചേർത്ത ഗോതമ്പ് ദോശ ഇതാ ഇവിടെ ചുട്ട് കഴിഞ്ഞിരിക്കുന്നു. കണ്ടല്ലോ, നല്ല അടിപൊളി ദോശയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണ്, ഒരുപാട് ലെങ്ത്തൊന്നും ഉള്ളതല്ല. എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണേ. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതും പറയണേ. അപ്പോൾ ഓക്കേ, ബൈ.